തെക്കുംകരയിൽ UDF സ്വതന്ത്ര സ്ഥാനാർത്ഥിയുടെ ഫ്ലെക്സ് ബോർഡ് കത്തിച്ച നിലയിൽ കണ്ടെത്തി. തെക്കുംകര പഞ്ചായത്തിലെ 18-ാം വാർഡിൽ മത്സരിക്കുന്ന നിഷ ജിനിയുടെ ഫ്ലെക്സ് ബോർഡിന്റെ ഒരു വശമാണ് കത്തിച്ച നിലയിൽ കണ്ടെത്തിയത്. അക്രമ രാഷ്ട്രീയത്തെ പ്രോത്സാഹിപ്പിക്കുന്ന വ്യക്തികളാണ് ഈ പ്രവൃത്തി ചെയ്തിരിക്കുന്നതെന്ന് സ്ഥലത്തെത്തിയ കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു. പരാജയ ഭീതിയാണ് സംഭവത്തിന് പുറകിലെന്നും നേതാക്കൾ ആരോപിച്ചു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് ഇതേ പ്രദേശത്ത് UDF സ്ഥാനാർത്ഥി രമ്യ ഹരിദാസിന്റെ ഫ്ലെക്സ് ബോർഡും സാമൂഹ്യ വിരുദ്ധർ കത്തിച്ചിരുന്നതായും UDF നേതാക്കൾ പറയുന്നു. സംഭവത്തെ തുടർന്ന് ഐക്യജനാധിപത്യ മുന്നണി തെക്കുംകര മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാനും DCC ജനറൽ സെക്രട്ടറിയുമായ ജിജോ കുര്യൻ, കൺവീനർ മണ്ഡലം പ്രസിഡന്റ് ജെയ്സൺ മാത്യു, കർഷക കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി VM കുര്യാക്കോസ്, വറീദ് ചിറ്റിലപ്പള്ളി, K ബീരേഷ്, സ്ഥാനാർത്ഥി നിഷ ജിനി തുടങ്ങിയവർ സ്ഥലത്തെത്തി പ്രതിഷേധം അറിയിച്ചു. തുടർന്ന് വടക്കാഞ്ചേരി പോലീസിൽ പരാതിയും നൽകിയിട്ടുണ്ട്. ഈ ബോർഡിന്റെ അവസ്ഥ ആലോചിച്ചാൽ മതി. രാഷ്ട്രീയ സംസ്കാരം 50 വർഷം CPM പിന്നാക്കം പോയി എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ ബോർഡ് കത്തിച്ചിരിക്കുന്നത്. നിഷ എന്ന് പറഞ്ഞ കുട്ടി ഈ ജനാധിപത്യ രാഷ്ട്രത്തിൽ വോട്ട് ചെയ്ത് അഭ്യർത്ഥിക്കുന്നതിന് വേണ്ടി ഒരു ബോർഡ് വെച്ച്, പ്രചരണത്തിന് വേണ്ടി ബോർഡ് വെച്ച ആ കുട്ടിയുടെ ബോർഡ് UDF സ്ഥാനാർത്ഥിയുടെ ബോർഡ് കത്തിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കാലഘട്ടത്തിൽ വികൃതമായ ഒരു രാഷ്ട്രീയ പ്രവർത്തനം ഇടതുപക്ഷം നയിക്കുന്നു എന്നുള്ളൊരു തെളിവാണ്. അവർ തോൽവിയുടെ വിരലി പോണ്ടിട്ടാണ് ഈ കുട്ടിയുടെ ബോർഡ് കത്തിച്ച്. ഇത് ശക്തമായ പ്രതിഷേധമുണ്ട്. ഇത് ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട്. ഇത് ശക്തമായ പ്രതിഷേധമായി ഞങ്ങൾ മുന്നോട്ട് പോകും. ഈ പണി നിർത്തിയില്ലെങ്കിൽ ഇതിനെ ജനകീയ പ്രക്ഷോഭം ഈ പഞ്ചായത്തിൻ്റെ വിവിധ മേഖലകളിൽ ഞങ്ങൾ നടത്തേണ്ടി വരും. ഇന്നോടെ അവസാനിപ്പിക്കണം. ഞങ്ങളൊരു പ്രശ്നത്തിലുള്ള പാർട്ടിയല്ല, ജനാധിപത്യ പാർട്ടിയാണ്. UDF ആരുടെയും വെക്കിട്ടുകാരുടെ ആരുടെ ബോർഡ് നശിപ്പിക്കാനോ ബാനർ നശിപ്പിക്കാനോ നടക്കുന്ന പാർട്ടിയല്ല. സമാധാനപരമായി ഞങ്ങൾ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ആളുകളാണ്. ആ കുട്ടിയുടെ ബോർഡ് കത്തിച്ച UDFനെ കത്തിക്കുന്നതിന് തുല്യമാണ്. ഇത് അംഗീകരിക്കാൻ പറ്റില്ല. ഇവരുടെ കുപ്പറ ഇതിനും വലിയ പ്രചരണമായി അവർ വരും ദിവസങ്ങളിൽ വരുമെന്ന് ഞങ്ങൾക്കറിയാം. അവരുടെ പല നോട്ടീസുകളും ഞങ്ങൾ കാണുന്നുണ്ട്, വ്യക്തിഹത്യ ചെയ്യുന്ന നോട്ടീസുകൾ. ആ പ്രചരണ രീതി മാറ്റണം. മാറ്റിയില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധവുമായി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഞങ്ങൾ മുന്നോട്ട് വരും.